ഇന്ന് പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന വീഡിയോ ചെറിയ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇന്നത്തെയും നാളത്തെയും ഒരുമിച്ച് വീഡിയോ ഇട്ടുള്ളൂ കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇവിടെ ഒരു വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു വെള്ളം, നല്ല പ്രകൃതി ഭംഗിയൊക്കെ നല്ല ആസ്വദിക്കട്ടോ. പിന്നെ അത് അവിടെ ഒരു കിണറുണ്ട് കേട്ടോ. ഗൈസ്, ചാലുണ്ട് കേട്ടോ. കണ്ടോ, ചെറിയ ചാലുകളുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് നടക്കാം. കണ്ടോ, അവിടെയൊക്കെ നല്ല പാടം, നല്ല പച്ചപ്പ് ഇറങ്ങിയിരിക്കുക കേട്ടോ. കണ്ടോ, അവിടെയൊക്കെ പച്ചപ്പ് ഇരുന്നിരിക്കുകയാണ്. ഇന്ന് പാരൻസ് മീറ്റിംഗ് ആയിരുന്നു. കാരണം എന്താണ്, ഉമ്മാരൊക്കെ വന്ന് എന്താണ് ഞങ്ങളെ വിളിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ഇല്ലേ, അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കുളം കിട്ടോ. എന്താ ഭാഗത്ത് ഒരു കുളം ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു ഉണ്ട്, ഏത് അറിയില്ല. അപ്പോൾ നമുക്ക് വേണ്ടിക്കാം. പച്ചപ്പ് നിറഞ്ഞ പാടാൻ. അതാട്ടോ ന്യൂ ലൈറ്റ്. കണ്ടോ, അതാണ് ന്യൂ ലൈറ്റ്. കണ്ടോ, ആയിക്കോട്ടെ ന്യൂ ലൈറ്റ് പോവാ. പിന്നെ അപ്പോൾ നമുക്ക് പോകുന്ന വഴിയോടൊക്കെ കാണാം. ഒരു കട ഉണ്ടായിരുന്നു, ഒക്കെ പൊളിച്ചിട്ടാണ്, ഇതൊക്കെ പൊളിച്ചിട്ടിരുന്ന്. പിന്നെ ഇവിടെ ചെറിയൊരു പാലം. ഉണ്ടോ, അതിൻ്റെ ഇടയിലൊക്കെ വീടുകളുണ്ട് കേട്ടോ. പിന്നെ ഒരു അമ്പലം. അത് നമ്മളിവിടെ എത്തി. പിന്നെ ആ കാണുന്ന നേരെ പോയ ആ വഴിയാണ് കേട്ടോ എൻ്റെ വീട്. പിന്നെ ഈ റൈറ്റിക്ക്, പിന്നെ ഈ വഴി ആ നേരെ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പാൻ്റെ വീട് കേട്ടോ. കണ്ടോ, അതോട്ടോ ആ വഴിയാണ് കേട്ടോ കുഞ്ഞിപ്പാൻ്റെ വീട്. ഇപ്പോൾ ഗേസിൻ്റെ വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ ആ കാണുന്ന നേരെ ആ റോഡ് നേരെ പോയാൽ കേട്ടോ വെള്ളാളൂർക്ക് എത്തുക. നമുക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ അവിടെ അതാ പാടങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് പൊന്തിയും കാടൊക്കെ. വീട്ടിലേക്ക് പോവാം. ഇതാണ് കേട്ടോ എൻ്റെ വീട് ഗൈസ്. കണ്ടോ, ചെറിയ കൊച്ചു വീടാണ് ഗൈസ്. ഹലോ ഗൈസ്, കോളിഫ്ലവർ ഇന്ന് റോസ്റ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, കോളിഫ്ലവർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ്, പിന്നെ മാന്തൽ കറി കേട്ടോ. മാന്തൽ കറി അടുപ്പത്ത് തറക്കണം ചെയ്യാണ്. മാന്തൽ കറി കേട്ടോ. പിന്നെ ചൂട് വെള്ളമാണ് കോളിഫ്ലവറിലേക്ക് ഒഴിക്കട്ടോ. ചൂട് വെള്ളം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇടണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടാ. പിന്നെ കോൺഫ്ലവർ ഇട്ടാ. കോൺഫ്ലവർ 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടാ. അപ്പോൾ സുർക്ക വയ്ക്കണം കേട്ടോ. സുർക്ക ഇവിടെ അരിഞ്ഞ കോളിഫ്ലവർ ഇരിക്കണ്ടേ. പിന്നെ സുർക്ക, രണ്ട് ഇത് മൂടി സുർക്ക കേട്ടോ. നല്ല മിക്സാക്കുക. പിന്നെ ഇത്തിരി വെള്ളം.
മസാല അല്ല കട്ടില്ലാതെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം കേട്ടോ. നല്ല മിക്സാക്കി കൊടുത്തിട്ട് അരിഞ്ഞ് വെച്ച കോൺഫ്ലവർ കഴിക്കുക. എന്നിട്ട് നല്ല മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇനി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇത് റെഡി ആയിക്കണ കണ്ടോ, മസാല നല്ല മസാല തേച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചട്ടിക്ക് ഇനി കുറച്ച് 5 മിനിറ്റ് വെക്കണം കേട്ടോ. 5 മിനിറ്റ് വെച്ചിട്ട് റെഡി ആക്കണം. പിന്നെ തക്കാളി, പിന്നെ അയക്കുള്ളത് തയ്ക്കുള്ളതല്ലേ തക്കാളി, ഇത് തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും, പിന്നെ സവോള, വേപ്പിൻ്റെ ഇല. പിന്നെ ഇനി ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. നമ്മളിതാ ഇതാണ് എണ്ണയിലേക്ക് ഇതിങ്ങനെ മൊരിച്ചെടുക്കണം കേട്ടോ. ഇനി എല്ലാം പൊരിച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോ എങ്ങനെയുണ്ട്, സെറ്റല്ലേ? നമുക്കൊന്ന് തിന്ന് നോക്കാം. അടിപൊളിയുണ്ട്. അപ്പോൾ ബാക്കിയും കൂടി ആയിട്ട് കാണിച്ചു തരാം. കോളിഫ്ലവർ ഫുള്ള് റെഡി ആയി, ഫുള്ള് റെഡിയായി. ഇനി കുറച്ച് കലാപരിപാടികളുണ്ട്.